ജൂൺ 13 EMS ജന്മദിനം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ലോകത്തിൽ ആദ്യമായി ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ തലവൻ, കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ, 100-ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവ്, കേരള നവോത്ഥാന ശില്പി തുടങ്ങി വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച EMS എന്ന 3 അക്ഷരത്തിൽ ലോകത്തിന് മുഴുവൻ സുപരിചിതനായി തീർന്ന ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാട് 1909 ജൂൺ 13 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അതിസമ്പന്നമായ നമ്പൂതിരി ജന്മികുടുംബമായ ഏലംകുളം മനയിൽ ജനിച്ചു. വീട്ടിൽ ട്യൂട്ടറെ വരുത്തി പ്രാഥമിക വിദ്യാഭ്യാസം നേടി. പിന്നീട് പെരിന്തൽമണ്ണ ഹൈസ്കൂളിലും തൃശ്ശൂരിലെ സെൻറ് തോമസ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും കോൺഗ്രസ് പാർട്ടിയിലും കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും സജീവമായി പങ്കെടുത്തു. 1932 കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലിറങ്ങി. 1934 കോൺഗ്രസിലെ പുരോഗമനവാദികളോടൊപ്പം ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1936 N കൃഷ്ണപിള്ള, K ദാമോദരൻ തുടങ്ങിയവർക്കൊപ്പം ചേർന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1956 ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുകയും EMSൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും വിദ്യാഭ്യാസ ബില്ലിലൂടെയും കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ജന്മി കുടിയാൻ വ്യവസ്ഥയില്ലാതെയാവുകയും എല്ലാവർക്കും ഭൂമി സ്വന്തമാവുകയും ചെയ്തു. വിദ്യാഭ്യാസ ബില്ലിലൂടെ വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. NSSും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ വിമോചന സമരത്തിൻ്റെ ഫലമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് 2 വർഷം പിന്നിട്ട EMS മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. 1967 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ച് EMS രണ്ടാമതും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു. കൂട്ടുകക്ഷിയായ CPI പിന്മാറിയതിനെ തുടർന്ന് കാലാവധി തികയ്ക്കാതെ 1969 രാജിവെക്കേണ്ടി വരികയും ശേഷം പ്രതിപക്ഷ നേതാവായി തുടരുകയും ചെയ്തു. 1972 നടന്ന തെരഞ്ഞെടുപ്പിൽ EMS വിജയിച്ച് 1977 വരെ പ്രതിപക്ഷ നേതാവായി തുടർന്നു. 1977 ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 1978 മുതൽ 1992 വരെ CPIM അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്തു. 1998 മാർച്ച് 19 അദ്ദേഹം മരിക്കുന്നതുവരെയും ലോകത്തിലെയും നാട്ടിലെയും ഓരോ വിഷയങ്ങളിലും EMS എന്തു പറയുന്നു എന്നുള്ളത് കേൾക്കാൻ സമൂഹം മുഴുവൻ കാതോർത്തു നിന്നു. സഞ്ജയൻ ജന്മദിനം. ഹാസ്യ സാഹിത്യ പ്രതിഭ, കവി, പത്രപ്രവർത്തകൻ, നിരൂപകൻ, തത്വചിന്തകൻ, കോളേജ് അധ്യാപകൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന MR നായർ 1903 ജൂൺ 13 തലശ്ശേരിക്കടുത്ത് ഒതയോട്ട് തറവാട്ടിൽ ജനിച്ചു. ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും മലയാളം, സംസ്കൃതം, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിൽ പാണ്ഡിത്യവും നേടിയ അദ്ദേഹം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കുറച്ചുകാലം കേരള പത്രികയുടെ പത്രാധിപരായിരുന്ന അദ്ദേഹം 1936 സഞ്ജയൻ എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു. അതോടുകൂടി തൻ്റെ തൂലികാനാമമായി സഞ്ജയൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. വിശ്വരൂപം എന്നൊരു മാസികയും അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. തൻ്റെ മാസികകളിലൂടെയും ഇതര പത്രപ്രസിദ്ധീകരണങ്ങളിലൂടെയും വിവിധ ഗ്രന്ഥങ്ങളിലൂടെയും സമൂഹത്തിൻ്റെ പൊള്ളത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധികാര പ്രമത്തതയുമെല്ലാം ആക്ഷേപഹാസ്യ വിമർശനത്തോടെ അവതരിപ്പിച്ച സഞ്ജയൻ മലയാളികളുടെ മുഴുവൻ മനസ്സ് കീഴടക്കി. ദയാരഹിതമായ പരിഹാസത്തിൻ്റെ മൂർച്ചയുള്ള ആയുധമായിരുന്നു സഞ്ജയന് വാക്കും എഴുത്തുമെല്ലാം.
സാഹിത്യനികഷം, ഹാസ്യാഞ്ജലി തുടങ്ങിയവ പ്രധാന കൃതികളാണ്. സഞ്ജയോപാഖ്യാനം എന്ന കവിതയും ശ്രദ്ധേയമാണ്. 1943 സെപ്റ്റംബർ 13 40-ാം വയസ്സിൽ ക്ഷയരോഗബാധയാൽ അദ്ദേഹം മരണമടഞ്ഞു. അന്തർദേശീയ ആൽബിനിസം അവബോധ ദിനം. ജൂൺ 13 അന്തർദേശീയ ആൽബിനിസം അവബോധ ദിനമായി ആചരിക്കുന്നു. ശരീരത്തിലെ മെലാനിൻ്റെ കുറവ് മൂലം ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവയ്ക്ക് അമിതമായ വെളുപ്പ് നിറമുണ്ടാകുന്ന ഒരു ജനിതക അവസ്ഥയാണ് ആൽബിനിസം. മലയാളത്തിൽ ഇതിന് പാണ്ഡുരോഗം എന്ന് പറയും. ആൽബിനിസം ബാധിച്ചവർ നേരിടുന്ന വിവേചനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും തടയുന്നതിനായി 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ജൂൺ 13 അന്തർദേശീയ ആൽബിനിസം ബോധവൽക്കരണ ദിനമായി പ്രഖ്യാപിച്ചത്. തുടർന്ന് 2015 മുതൽ ഇത് ആഗോളതലത്തിൽ ആചരിച്ചു വരുന്നു. ആൽബിനിസം ബാധിച്ച ആളുകൾ നേരിടുന്ന കടുത്ത സാമൂഹിക പാർശ്വവൽക്കരണം, അന്ധവിശ്വാസം മൂലമുള്ള അതിക്രമങ്ങൾ എന്നിവ അവസാനിപ്പിക്കുക, അവർക്ക് അർഹമായ മനുഷ്യാവകാശങ്ങളും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം.